2020 ഗാൽവാനിൽ നടന്ന ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വമ്പൻ സംഘർഷത്തിന് ശേഷം 2024 ഒക്ടോബറിൽ ഒരു കരാറിൽ നമ്മളും ചൈനയും എത്തുകയായിരുന്നു. ആ കരാർ എന്ന് പറയുന്നത് അതിർത്തിയിൽ നിന്നും സൈനിക പിന്മാറ്റമായിരുന്നു. ഈ കരാർ ഒപ്പിട്ട ശേഷം വീണ്ടും ചൈന അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ രാജ്യം. ഈ ഒരുക്കങ്ങൾക്കിടയിൽ ചൈന ഒരു വമ്പൻ സൈനികാഭ്യാസമാണ് നമ്മുടെ അതിർത്തിയിൽ നടത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനം ഇന്ത്യ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ LACയിൽ, അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഒരു യുദ്ധ സന്നാഹത്തിനുള്ള അഭ്യാസമാണ് ചൈന നടത്തി ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സിൻജിയാങ് മിലിറ്ററി കമാൻഡ് റെജിമെന്റ് ആണ് ഈ വലിയ രീതിയിലുള്ള സൈനികാഭ്യാസം അവിടെ നടത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നീക്കമാണ് ചൈന നടത്തിയിരിക്കുന്നത്. അവിടെ അവർ ആയുധങ്ങൾ വിന്യസിച്ചു. എല്ലാ ഭൂപ്രദേശ വാഹനങ്ങളും ആളില്ലാ സംവിധാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ വമ്പൻ സൈനിക സന്നാഹങ്ങളോടുകൂടിയാണ് അവർ എത്തിയിരിക്കുന്നത്. നവീകരിച്ച സാങ്കേതിക വിദ്യ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇന്ത്യയെ കാണിക്കാനാണ് ചൈനയുടെ ഈ നീക്കം, ഈ യുദ്ധ അഭ്യാസങ്ങൾ കൊണ്ടുവന്നത് എന്നാണ് പല രാഷ്ട്രീയ നയതന്ത്ര നിരീക്ഷകരും പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. 2024 ഒക്ടോബർ 21 ഇന്ത്യയും ചൈനയും സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. LAC നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് ആരംഭിക്കാനും ഉള്ള ഒരു കരാറിൽ നമ്മൾ എത്തുകയായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള നീക്കമാണ് അവിടെ നടത്തിയത്. ഈ കരാർ പ്രകാരം ദപ്സാങ്, ചെംചോങ് തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകളിൽ പെട്രോൾ ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയായിരുന്നു. ഇന്ത്യൻ NSA അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ലിയും തമ്മിൽ നടത്തിയ ഉന്നതതല യോഗത്തിന് ശേഷമാണ് അത് ധാരണയായിരുന്നത്. എന്നാലും ഇപ്പോൾ ചൈന നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഒരു വമ്പൻ നീക്കം തന്നെ അവിടെ നടത്തിയിരിക്കുകയാണ്. ഈ നീക്കത്തെ ഇന്ത്യ എങ്ങനെ കൗണ്ടർ ചെയ്യും എന്നാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. എന്തായാലും നേരത്തെ തന്നെ, അതായത് ചൈനയുടെ ഈ നീക്കം മനസ്സിലാക്കിയിരുന്നു ഇന്ത്യ എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. നമ്മൾ ITBP, അതായത് ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് നമുക്ക്. ആ ഫോഴ്സിനെ വലിയ രീതിയിൽ വിപുലീകരിക്കാൻ നേരത്തെ തന്നെ അമിത്ഷാ, അതായത് 2 ദിവസം മുമ്പ് തന്നെ അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. ITBPക്ക് ചൈനയുമായി 3488 കിലോമീറ്റർ അതിർത്തിയുടെ സുരക്ഷാ ചുമതലയാണുള്ളത്. ഇവരുടെ ഔട്ട് പോസ്റ്റുകൾ നിയന്ത്രണ രേഖയ്ക്ക് പിന്നിലായിരുന്നു. എന്നാൽ ഇത് കൃത്യം നിയന്ത്രണ രേഖയിൽ തന്നെ കൊണ്ടു നിർത്താനുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം ഇവർക്ക് കൊടുത്തത്. പോരാത്തതിന് ഇവർക്ക് 7 ബറ്റാലിയൻ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 6 ബറ്റാലിയൻ വിന്യസിച്ചു കഴിഞ്ഞു. 33 ഔട്ട് പോസ്റ്റുകളാണ് ഇത്രയും അതിർത്തിയിൽ നമ്മുടെ രാജ്യം വിന്യസിച്ചിരുന്നത്. സൈന്യം ഒരു സുപ്രധാന പദ്ധതി ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ITBP DG രാഹുൽ രസഗോത്ര അന്ന് തന്നെ പറഞ്ഞിരുന്നത്. മൊത്തം 56 അതിർത്തി പോസ്റ്റുകൾ നമ്മൾ അതിർത്തിക്ക് മുന്നിലേക്ക് അടുപ്പിക്കും. ഈ ചൈന ഇന്ത്യയുടെ ഒരു പ്രത്യേകത, അതിർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിൽ ആരും സൈനിക പോസ്റ്റുകൾ വയ്ക്കാറില്ല. അതിർത്തിക്ക് ഇത്ര കിലോമീറ്റർ ദൂരത്തിലാണ് സൈനിക പോസ്റ്റുകൾ വയ്ക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ കൃത്യം അതിർത്തിയിൽ കൊണ്ടുവയ്ക്കാനാണ് നമ്മുടെ രാജ്യം അവരോട് ആവശ്യപ്പെട്ടത്, അതായത് ITBPയോട് ആവശ്യപ്പെട്ടത്. സർക്കാർ 7 ബറ്റാലിയൻ കുറച്ചു കാലം മുമ്പ് അവർക്ക് അനുവദിച്ചിരുന്നു. ഇത് 6 ബറ്റാലിയൻ അരുണാചൽ പ്രദേശിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം വിന്യസിച്ചു. 1 ബറ്റാലിയനെ സിക്കിമിലും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ITBP നവീകരിക്കാനുള്ള പൈസ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ശൃംഖല ശക്തിപ്പെടുത്താൻ രാജ്യവ്യാപകമായിട്ടുള്ള ഫൈബർ ശൃംഖലയും ഉപയോഗിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന് കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ നവീകരിച്ച ആയുധങ്ങൾക്കായിട്ട് ITBP അയച്ചു കഴിഞ്ഞു. 2500 കോടി രൂപയാണ് ഇവർക്ക് ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ചൈന വമ്പൻ സൈനികാഭ്യാസവുമായി രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.